തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്കിടെ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. 300 പേജുള്ള റിപ്പോർട്ടിൽ IT പാർക്കും കെ-ഫോണും അടക്കം 900 വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയെന്നാണ് അവകാശവാദം. ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടങ്ങൾ ഉയർത്തി ഭരണവിരുദ്ധ വികാരം തണുപ്പിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് സർക്കാർ. നവകേരള യാത്രയിലൂടെ സംസ്ഥാന മന്ത്രിസഭ നേരിട്ട് കേരളം മുഴുവൻ നടന്ന നേട്ടങ്ങൾ കുട്ടിഘോഷിച്ചിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയത് വൻ പരാജയമാണ്. ഇത് പാർട്ടിക്കും സർക്കാരിനും വലിയ ക്ഷീണമായി. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഭരണവിരുദ്ധ വികാരം തണുപ്പിക്കാനുള്ള പ്രോഗ്രസ് റിപ്പോർട്ട്. 300 പേജുള്ള പ്രോഗ്രസ് കാർഡിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മുതൽ ഹെലി ടൂറിസം വരെ പരാമർശിക്കുന്നു. 900 വാഗ്ദാനങ്ങൾ നടപ്പാക്കിയെന്നാണ് അവകാശപ്പെടുന്നത്. തൊഴിലുറപ്പ് പദ്ധതി വഴി 16 ലക്ഷം പേർക്ക് തൊഴിൽ, ലൈഫ് വഴി 5570 ആദിവാസി കുടുംബങ്ങൾക്ക് വീട്, സൗജന്യ ചികിത്സ, കാഴ്ച പരിമിതർക്കായി സജ്ജമാക്കിയ സേവനങ്ങൾ, അങ്ങനെ പൊട്ടും പൊടിയുമുണ്ട് റിപ്പോർട്ടിൽ. ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയുമ്പോഴും വീഴ്ചകൾ തിരുത്തുമെന്ന് സൂചിപ്പിച്ച മുഖ്യമന്ത്രി, കൃത്യമായി പ്രവർത്തിച്ചു പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അഭിമാനപൂർവ്വം ജനസമക്ഷം ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത്. ജനങ്ങളോടൊപ്പം സർക്കാരും നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. 6 മാസത്തിനകം ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇടത് കോട്ടയായ ചേലക്കര കൈവിടാതെ നോക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തുകയാണെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കെ ഇതുകൂടി മുന്നിൽ കണ്ടാണ് പ്രോഗ്രസ് റിപ്പോർട്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.